ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോൾഡൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി പെരുന്നാൾ സ്പെഷ്യൽ പായസം എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ്. എൻ്റെ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് പായസം ആണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പാല്, സാബുനരി 1 ടീസ്പൂൺ, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണ്, ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, മാങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, കുറച്ച് അണ്ടിപ്പരപ്പ്, ഉണക്കമുന്തിരി, പാൽപ്പൊടി 2 ടേബിൾ സ്പൂണ്, ആവശ്യത്തിന് പഞ്ചസാര. സാബുനരി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. തയ്യാറാക്കുന്ന വിധം: ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാക്കുക. അതിനുശേഷം 2 ടീസ്പൂണ് നെയ്യ് ചേർക്കുക. അതിലേക്ക് അണ്ടിപ്പരപ്പ്, ഉണക്കമുന്തിരി ഇവ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സുകൾ ഇവയെല്ലാം അതിലേക്ക് ചേർത്ത് കൊണ്ട് തന്നെ വീണ്ടും അത് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത സാധനങ്ങൾ വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ എടുത്തു വെച്ച പാല് അതിലേക്ക് ഒഴിക്കുക. പാല് നല്ലവണ്ണം ഇളക്കുക. ശേഷം കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കുക. മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൽ ചേർത്ത് വെച്ചിരുന്ന സാബുനരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കുക. ശേഷം നമ്മൾ പായസം നല്ലതുപോലെ കുക്കായതിന് ശേഷം സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുക. തുടർന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കുക. ശേഷം ഇതിലോട്ട് വഴറ്റി വെച്ച അണ്ടിപ്പരപ്പ്,
മുന്തിരി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.